ഹലോ. അപ്പോൾ നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഫസ്റ്റായിട്ട് തന്നെ നൈക്കയുടെ ഫൗണ്ടേഷൻ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്കിലൂടെ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഫേസിലും നെക്കിലും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റായ ഐടെക്സ് P6 സൈസിലെ ബ്ലാക്ക് പൊട്ടൊന്ന് തൊട്ട് കൊടുക്കാം. മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ കരി ഫേസ് വാഷ് ചെയ്തിട്ടും പോയിട്ടില്ലായിരുന്നു. അത് നമുക്കൊന്ന് എക്സ്ട്രാ വന്നതൊന്ന് റിമൂവ് ചെയ്യാം. നെക്സ്റ്റായിട്ട് നൈക്കയുടെ തന്നെ മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ നോർമൽ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാത്ത ആളാണ്. ബട്ട് ഈ നൈക്കയുടെ ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റായിട്ട് നമുക്ക് ഡാസ്ലറിൻ്റെ ഐലൈനർ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനൊരു 3 വയസ്സ് മുതലൊക്കെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് മുതലുള്ള ശീലമാണ് ഈ വാലിട്ട് കണ്ണെഴുതുക എന്നുള്ളത്. നെക്സ്റ്റ് നമുക്കൊന്ന് ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് എൻ്റെ മുഖത്തിന് ചേരുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഹെയർ ഇങ്ങനെ എടുക്കുമ്പോഴാണെന്ന്. നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കോംബ് ചെയ്ത് വന്നപ്പോഴാണ് നല്ല ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കോംബ് ചെയ്ത ശേഷം ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാറുള്ളൂ. പണ്ട് എൻ്റെ അമ്മ എൻ്റെ തലമുടി എങ്ങനെയാണോ ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ കെട്ടിത്തന്നുകൊണ്ടിരുന്നത് അതേ രീതിയിലാണ് ഞാനിപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത്. അധികം വലിയ ഹെയർ സ്റ്റൈൽസ് ഒന്നും എനിക്ക് ഹെയറിലൊന്നും സ്റ്റൈൽ ചെയ്യാൻ അറിയില്ല. എൻ്റെ എപ്പോഴും ഉള്ള ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇതാണ് സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. എനിക്ക് സ്ലൈഡൊന്നും ഇങ്ങനെ വേണ്ട. ഇങ്ങനെ ഹെയർ എടുത്തിട്ട് തന്നെ നമുക്കിങ്ങനെ കെട്ടി വയ്ക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിനക്കിങ്ങനെ ക്ലിപ്സ് ഒന്നും ഇല്ലാതെ ഹെയർ ഇങ്ങനെ കെട്ടി വയ്ക്കാൻ പറ്റുന്നതെന്ന്. നോർമലി അത് കുഞ്ഞിലെ തൊട്ട് ഞാനങ്ങനെ ഹെയർ കെട്ടി ശീലിച്ചത് കൊണ്ടാവാം എനിക്കിങ്ങനെ ക്ലിപ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല. മുടിയെല്ലാം കൂടെ വാരി പിടിച്ച് കിട്ടുന്നെങ്കിൽ ശരി, ബണ്ണോ എന്തെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു ഹെയർ സ്റ്റൈലിന് എനിക്ക് ക്ലിപ്സിൻ്റെ ആവശ്യം തീരെ ഇല്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. നെക്സ്റ്റ് നമുക്ക് സിന്ദൂരം തൊട്ട് കൊടുക്കാം. അപ്പോൾ ലൈറ്റായിട്ടാണ് ഞാൻ തൊട്ടിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളൊരു ജുംക്ക ഇട്ട് കൊടുക്കാം. നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ഒക്കെ ഒരു മോഡൽ വരുന്ന ഒരു ജുംക്കയാണ്. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഹെയർ സ്റ്റൈലും. നമ്മുടെ ലുക്ക് ഒരു ഷോളൂടെ ഒന്ന് പെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഷോളാണ്. ഷോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. ഷോളില്ലാതെ ഞാനില്ല. എനിക്ക് ഷോളില്ലാതെ എനിക്ക് മിക്കവാറും ഡ്രസ്സെല്ലാം ഷോളിൻ്റെ കൂടെ ഒന്ന് പെയർ ചെയ്യുന്നതായിരിക്കും എനിക്ക് കംഫർട്ടായിട്ടുള്ളതെന്ന് പറയുന്നത്. ഷോളില്ലെങ്കിൽ ഞാൻ കംഫർട്ടല്ല. ഷോളുണ്ടെങ്കിൽ മാത്രമേ എനിക്കെല്ലാം ഞാൻ എൻ്റെ ലുക്ക് പൂർത്തിയായി എന്നുള്ളൊരു തോന്നൽ വരത്തുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ വാച്ച്, വൺ ഓഫ് മൈ ഫേവറേറ്റ് വാച്ചാണ്. എനിക്ക് സച്ചോടൻ മീൻസ് മൈ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന വാച്ചാണ്. നെക്സ്റ്റ് നമുക്ക് വളയൊന്ന് പെയർ ചെയ്യാം. മൂക്കുത്തിയൊക്കെ ഒന്ന് ടൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ എൻ്റെ മോതിരം ഒന്ന് ഇട്ട് കൊടുക്കാം. എൻ്റെ വെഡ്ഡിങ് മോതിരമാണ്, സച്ചോട്ടൻ ഇട്ടിരുന്ന മോതിരമാണ്. നെക്സ്റ്റായിട്ട് നമുക്ക് എൻ്റെ പുതിയൊരു ഹാൻഡ് ബാഗാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് പെയർ ചെയ്യാം. ഫൈനൽ ലുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ബൈ ബൈ.